2025 നവംബർ 10 വൈകിട്ട് 6:52 രാജ്യത്തെ നടുക്കിയ ആ സ്ഫോടനം ഉണ്ടാവുന്നത്. ഡൽഹിയിലെ ഹൃദയഭാഗമായ ചെങ്കോട്ടയുടെ മെട്രോ സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഡൽഹിയിലെ തിരക്ക് പിടിച്ച ഏരിയയായ ചാന്ദിനി ചൗക്കും ജുമാ മസ്ജിദും എല്ലാം ഉൾപ്പെടുന്ന സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായത്. റെഡ് ഫോർട്ടിന് സമീപം ഒരു ഹുണ്ടായ് i20 കാർ പാർക്ക് ചെയ്യാൻ എത്തുന്നു. 3:19 അവിടെ മണിക്കൂറുകളോളം നിർത്തിയിട്ട കാർ 6:48 കാർ പാർക്കിൽ നിന്ന് എടുക്കുകയും സുഭാഷ് സിഗ്നലിൽ എത്തുകയും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന് പോലീസ് തിരിച്ചറിയുന്നു. ഡൽഹി ബ്ലാസ്റ്റ് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 3 മറ്റ് ഡോക്ടേഴ്സിനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ആയി ബന്ധപ്പെട്ട് ചില പോസ്റ്ററുകൾ പതിച്ചതിനെ തുടർന്ന് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ എന്ന മെഡിക്കൽ കോളേജ് അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒക്ടോബർ 27 അനകനാദിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അയാളുടെ വീട്ടിൽ നിന്ന് ആയുധങ്ങളും തോക്കുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നവംബർ 9 മുസമ്മിൽ ഷഹീൽ എന്ന മറ്റൊരു ഡോക്ടറെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുമായി നടത്തിയ റെയ്ഡിൽ 2900 കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. 300 കിലോഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, RDX മുതലായവ ഇയാളുടെ പക്കലുള്ളതായി പോലീസ് പറയുന്നു. കൃത്യമായ ഇടപെടലിലൂടെ പോലീസുകാർക്ക് വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ പിടികൂടാൻ സാധിച്ചു. മൂന്നാമതായി ഒരു വനിതാ ഡോക്ടറാണ് പിടിയിലായത്. ഡോക്ടർ ഷഹീൻ ഷാഹിദ്. നവംബർ 9 ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവരെ പരിശോധിച്ചപ്പോൾ പിസ്റ്റളും മറ്റും കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഇവർക്ക് മുമ്പ് അറസ്റ്റിലായിരുന്ന മുഹമ്മദ് ഷക്കീലുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഡോക്ടർ ഒമർ മുഹമ്മദിനെയും പിടികൂടാൻ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുന്നതിനിടെയാണ് ഡൽഹിയിൽ ഇത്തരത്തിലൊരു വലിയ സ്ഫോടനം സംഭവിക്കുന്നത്. പിന്നീട് അനന്തനാഗ് സ്വദേശി ഡോക്ടർ ആരിഫ് മുഹമ്മദിനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ നിന്ന് മാസ്ക് ധരിച്ച ഡോക്ടർ ഒമർ മുഹമ്മദ് തന്നെയാണ് കാർ ഓടിച്ചതെന്ന് DNA പരിശോധനയോടെ പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് കേസിൽ പ്രധാന വഴിത്തിരിവായത് വ്യാപകമായ തിരച്ചിലിനൊടുവിൽ ഒരു ചുവന്ന ഫോർഡ് എക്കോസ്പോർട്ട് കാർ ഫരീദാബാദിലെ ഗന്ധാവലി ഗ്രാമത്തിനു സമീപം കണ്ടെത്തുകയായിരുന്നു. കാർ കണ്ടെത്തിയ വീട് ഉമറിന്റെ സുഹൃത്തിൻ്റെതാവണം എന്നായിരുന്നു പോലീസ് പറയുന്നത്. പിന്നീട് അൽ-ഫലാഹ് സർവകലാശാലയിലെ റൂം 413 എന്നീ സ്ഥലങ്ങളിൽ നിന്ന് 2 പ്രധാനപ്പെട്ട ഡയറികൾ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. പ്രതികൾ പലയിടങ്ങളിലായി സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. അതിനായി 36ഓളം കാറുകൾ അവർ വാങ്ങിയിരുന്നു. ഡിസംബർ 6 ഡൽഹിയിലെ 6 കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇവർ 32 കാറുകൾ സജ്ജമാക്കിയത്. ഈ പദ്ധതിക്കായി അവർ തിരഞ്ഞെടുത്തത് അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ 13-ാം നമ്പർ മുറിയായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകര സെൽ ഇന്ത്യയിലെ ഫരീദാബാദിലുള്ള അൽ-ഫലാഹ് സർവകലാശാലയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് NIA കണ്ടെത്തുകയായിരുന്നു.